ഞാനിവിടെ പറയാൻ പോകുന്നത് ആരോഗ്യമുള്ള തലമുടി സമൃദ്ധമായി എങ്ങനെ വളർത്തിയെടുക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ്. മുടി വളർച്ചയ്ക്ക് ശരീരത്തിൻ്റെ ആരോഗ്യവും ഒരു പ്രധാന ഘടകമാണെന്ന് നമുക്കറിയാമല്ലോ. അതിനായി അധികം സമയമെടുക്കാതെ ഡെയിലി ചെയ്യാവുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഞാനിവിടെ പറയുന്നത്. തലമുടി വളർന്നാൽ മാത്രം പോരല്ലോ, അത് ആരോഗ്യമുള്ളതുമായിരിക്കണമല്ലോ. കരുത്തുള്ള തലമുടി എങ്ങനെ വളർത്തിയെടുക്കാം, അതിനുള്ള ടിപ്പുകൾ ഞാനിവിടെ പറഞ്ഞുതരാം. ഒന്നാമത്തെ ടിപ്പ്, നമ്മുടെ വിരൽത്തുമ്പുകൾ കൊണ്ട് തലമുടിക്കിടയിലൂടെ തലയോട്ടിയിൽ അല്പം പ്രഷർ കൊടുത്ത് ചലിപ്പിച്ചു കൊണ്ടിരിക്കുക. 5 മിനിറ്റ് ചലിപ്പിക്കുക. അതുപോലെ നമ്മുടെ തലയോട്ടിയിൽ അല്പം പ്രഷർ കൊടുത്തിട്ട് ചലിപ്പിച്ചു കൊണ്ടിരിക്കുക. സൈഡിൽ നിന്നാണെങ്കിലും എങ്ങനെയാണെങ്കിലും നമ്മൾ തലയിൽ നിന്ന് ചലിപ്പിച്ചു ചെറിയ നമ്മുടെ ഈ വിരലിൻ്റെ തുമ്പ് കൊണ്ട് എവിടെ ഇരുന്ന് വേണമെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാവുന്നതേ ഉള്ളൂ. വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ എല്ലാ ഇതൊക്കെ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. അതിനുശേഷം രണ്ടാമത്തെ ടിപ്പ് എന്തെന്ന് വെച്ചാൽ, അപ്പോൾ ഇത് ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത് കൊണ്ട് പ്രയോജനം എന്തെന്ന് വെച്ചാൽ നമ്മുടെ തലയോട്ടിയിലെ ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിക്കും. 5 മിനിറ്റ് ചെയ്താൽ മതി. മൂന്നാമത്തേതെന്ന് വെച്ചാൽ അധികം ടൈറ്റായി മുടി കെട്ടിവയ്ക്കും. നമ്മൾ ക്ലിപ്പിട്ടും റബ്ബർ ബാൻഡിട്ടും ഒക്കെ തലമുടി ടൈറ്റായിട്ട് കെട്ടിവയ്ക്കും. ആ കെട്ടിവെച്ച് കഴിഞ്ഞിട്ട് എടുക്കുമ്പോൾ തന്നെ അതിൽ കുറേ മുടി കാണും. അത് അങ്ങനെ ഒത്തിരി ടൈറ്റായിട്ട് കെട്ടിവയ്ക്കാതിരിക്കുക. നാലാമത്തേത്, ഉച്ച സമയത്ത് ഉള്ള തീക്ഷ്ണമായിട്ടുള്ള സൂര്യപ്രകാശം മുടിക്ക് നല്ലതല്ല. അതുകൊണ്ട് ആ സമയത്ത് നമ്മൾ വെളിയിൽ പോവുകയാണെങ്കിൽ ഒന്നുകിൽ കുട കരുതുക, അല്ലെങ്കിൽ ഷാളിൻ്റെയോ മറ്റോ ഷാളോ മറ്റോ കൊണ്ട് തല മറയ്ക്കണം. അടുത്തതായി നമ്മൾ ചെയ്യേണ്ടത്, ശരീരത്തെ പോലെ തന്നെ മുടിക്കും ഹൈഡ്രേഷൻ ആവശ്യമാണ്. അതിനായി ദിവസവും നമ്മൾ ആവശ്യത്തിന് വെള്ളം എപ്പോഴും കരുതി വയ്ക്കണം. കരുതി വെച്ചിട്ട് നമ്മൾ ദിവസവും വെള്ളം കുടിക്കണം. ആവശ്യത്തിന് ഒരിടത്ത് കരുതി വെച്ചിട്ട് നമുക്ക് ദാഹം തോന്നുമ്പോഴൊക്കെ, ദാഹം തോന്നിയില്ലെങ്കിലും ഒരുമാതിരി നമുക്ക് തോന്നുകയാണ് വെള്ളം കുടിക്കാൻ സമയമായി, അപ്പോൾ നമ്മൾ വെള്ളം കുടിക്കണം. അത് ശരീരത്തിൻ്റെ ഹൈഡ്രേഷൻ പോലെ തന്നെ മുടിക്കും ഹൈഡ്രേഷൻ വളരെ അത്യാവശ്യമാണ്. അടുത്തതായി നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ആഹാരത്തിൽ ശ്രദ്ധിക്കണം. ആഹാരം നമ്മൾ സമയത്തിന് കഴിക്കണം. അതുകൂടാതെ ആഹാരത്തിൽ പരിപ്പ് വർഗ്ഗങ്ങൾ, കിട്ടാവുന്ന പരിപ്പ് വർഗ്ഗങ്ങൾ ഏതാണെങ്കിലും നമുക്ക് പരിപ്പ് വർഗ്ഗങ്ങൾ ചേർക്കണം. കൂടാതെ തൈര്, പച്ചക്കറികൾ എന്നിവയും ആഹാരത്തിൽ ചേർക്കണം. അത് നമ്മുടെ തലമുടിയുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്നു. അടുത്തതായി ഏറ്റവും പ്രധാനപ്പെട്ടതൊന്നാണ് ഉറക്കം. ഒരു 7 മണിക്കൂറെങ്കിലും നമ്മൾ നന്നായി ഉറങ്ങണം. നമ്മൾ ഉറങ്ങുമ്പോഴാണ് തലമുടിയുടെ വളർച്ചയ്ക്കുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നത്. കൂടാതെ നമ്മുടെ തലമുടിക്കുള്ള കേടുപാടുകളും ആ സമയത്താണ് കേടുപാടുകൾ തീർക്കുന്നതും ആ സമയത്താണ്. ഇതെല്ലാം ദിവസവും ചെയ്യാനുള്ള കാര്യങ്ങളാണ്. ഇതെല്ലാം നമുക്ക് സാധാരണയായിട്ട് ചെയ്തു പോകാവുന്നതേ ഉള്ളൂ. ഇനി ആഴ്ചയിലൊരിക്കൽ മാത്രം ചെയ്യാനുള്ളത് പറയാം. ആഴ്ചയിലൊരിക്കൽ ചെയ്യേണ്ടത്, ഒരിക്കലോ 2 പ്രാവശ്യമോ നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്യാം. മിനിമം ഒരിക്കലെങ്കിലും ചെയ്യണം. ഹോട്ട് ഓയിൽ ട്രീറ്റ്മെൻറ്റാണ്. അതെങ്ങനെയാണെന്ന് പറയാം. അതിൽ നിങ്ങൾ തലയിൽ തേക്കുന്ന എണ്ണ ചെറുതായി ചൂടാക്കി തലയോട്ടിയിൽ വിരലുകൾ കൊണ്ട് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം വിരൽ കൊണ്ട് 1-2 മിനിറ്റ് മസാജ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ചൂടുവെള്ളത്തിൽ മുക്കിപ്പിഴിഞ്ഞെടുത്ത ടവൽ അല്പം ആവിയോടുകൂടി ചൂടോടുകൂടി തലയിൽ സഹിക്കത്തക്കവണ്ണം തലയിൽ കെട്ടിവെക്കുക. കെട്ടിവെച്ച് ആവി കൊടുക്കണം. അത് 1-2 മിനിറ്റ് നിങ്ങളുടെ ജലദോഷമോ ഇതൊക്കെ നീർവീഴ്ചയൊക്കെ വരുന്ന ആളുകളാണെങ്കിൽ ഒരു 2 മിനിറ്റ് വെച്ചാൽ മതി. അല്ലാത്തവർക്കാണെങ്കിൽ 5 മിനിറ്റ് വയ്ക്കാം. അതിനുശേഷം ചെമ്പരത്തിയോ അതുപോലുള്ള സോഫ്റ്റായുള്ള ഏതെങ്കിലും ഷാമ്പു ഉപയോഗിച്ച് തല കഴുകുക. കൃത്യമായി ഈ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ വരുന്ന മാറ്റം താമസിയാതെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ചെറിയ ചെറിയ കരുത്തുള്ള മുടികൾ വളരാൻ തുടങ്ങും. ഇത് നിങ്ങൾ ചെയ്തു നോക്കൂ, തീർച്ചയായും നിങ്ങൾക്ക് ഫലം കിട്ടും.
തലമുടി വളർച്ചയ്ക്കുള്ള ഒരു പെർഫെക്റ്റ് എണ്ണ തയ്യാറാക്കുന്ന വിധവുമായി അടുത്ത വീഡിയോ ഉടനെ. ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുന്നു.